എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നാണ് ഇന്ന് നമ്മൾ ടാരോനോട് ചോദിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 3 കാർഡുകൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറന്റ് എനർജിയാണ് റീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർഡ് നിങ്ങൾ ഈ ജോലിയുമായി എത്രമാത്രം അലൈൻഡ് ആണ് എന്നും, അതായത് നിങ്ങൾ എത്രമാത്രം ഈ ജോലിയുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നും, മൂന്നാമത്തെ കാർഡ് ഈ ജോലിയിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നും പറഞ്ഞു തരും. റീഡിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾക്ക് സമ്മർദ്ദമോ തർക്കങ്ങളോ മത്സരങ്ങളോ ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് കാണുന്നു. ഒരു പ്രതിരോധ നിലപാടിലാണ് നിങ്ങൾ. ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ ജോലി സ്ഥിരമായിട്ടുള്ളതാണെങ്കിലും അത് അവസാനമില്ലാത്ത ഒരു പോരാട്ടം പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഈ ജോലിയുമായി നിങ്ങൾ എത്രമാത്രം അലൈൻഡ് ആണ് എന്ന് നോക്കാം. നിങ്ങൾ വളരെയധികം ഉത്സാഹത്തോടെയും ആവേശത്തോടെയുമാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ആവേശം എപ്പോഴും ഉണ്ടാകുന്നില്ല. ഈ ജോലി നിങ്ങളുടെ ഉത്സാഹത്തെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത് സ്ഥിരമായ ഒരു ഉത്സാഹവും സാഹസികതയുമാണ്. ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് ജോലിയോട് താല്പര്യമുണ്ടെങ്കിലും അതിൽ നിന്നുള്ള ആത്മസംതൃപ്തി കുറവാണെന്നാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡ് പരിശോധിക്കാം. നിങ്ങളുടെ ഭാവി, ഈ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നും ഈ ജോലിയിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നും അതിനായിട്ടുള്ള ഗൈഡൻസുമാണ് മൂന്നാമത്തെ കാർഡ് നമുക്ക് തരുന്നത്. നിങ്ങളുടെ ആന്തരിക ശക്തി, ആത്മവിശ്വാസം ഇവയൊക്കെ വളർത്തിയെടുക്കണം. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും സാഹസിക തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് കഴിയും. സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ദൃഢനിശ്ചയവും ധൈര്യവും വർദ്ധിപ്പിക്കണം. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വർദ്ധിപ്പിക്കാനായി നിങ്ങൾക്ക് ജേർണലിങ്ങും ധ്യാനവും ഒക്കെ പരിശീലിക്കാം. അപ്പോൾ പ്രിയരെ, ഈ ജോലി നിങ്ങൾക്ക് തികച്ചും അനുയോജ്യമാണ് എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുക വഴി നിങ്ങൾക്ക് അനുയോജ്യമായ പാത നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അതായത് ഈ ജോലി തന്നെ തുടരുകയാണെങ്കിൽ കൂടി അത് എങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ മാറ്റിയെടുക്കാം, ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിലൊരു പൂർണ്ണത അനുഭവപ്പെടും എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങും. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആ ഒരു ജോലിയിൽ തുടരുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.